एक पेन स्याही भर दो साहिल से पहले ही बेला ने दुकान वाले से कहा. അപ്പോൾ സാഹിൽ സെ പഹലെ കെ പഹലെ എന്താ കെ പഹലെ എന്ന് പറഞ്ഞ അർത്ഥം ആർക്ക് പറയാം? ആ ശരിയാണ്, മുൻപേ. അതിൻ്റെ ഓപ്പോസിറ്റ് കെ ബാദ്, ശരിയാണ്, ശേഷം. അപ്പോൾ സാഹിൽ സെ പഹലെ അതായത് സാഹിലിനേക്കാളും മുമ്പേ ഹി, എന്താണ് ഹി എന്ന് പറഞ്ഞാൽ? തന്നെ, മാത്രം എന്നൊക്കെ അർത്ഥം. സാഹിൽ സെ പഹലെ ഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സാഹിലിനേക്കാളും മുമ്പേ തന്നെ ബേല ने दुकान वाले से कहा. ബേല ദുക്കാൻ വാലെ സെ കച്ചവടക്കാരനോട് കഹ പറഞ്ഞു. അപ്പോൾ സാഹിലിൻ്റെ പേനയിലാണ് മഷിയില്ലാത്തത്. ഇവർ രണ്ടുപേരും കൂടെ കടയിൽ ചെന്നു. സാധാരണ രീതിക്ക് സാഹിലായിരിക്കും പറയേണ്ടത്, പക്ഷേ ഇവിടെ ബേല ആണ്. സാഹിൽ പറയുന്നതിനേക്കാളും മുമ്പ് കച്ചവടക്കാരനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏക് ദിൻ സ്യാഹി പറലോ, ഏക് പെൻ സ്യാഹി പറദോ, ഒരു പേന മഷി നിറച്ചു തരൂ. ഏക് പെൻ സ്യാഹി പറദോ, ഒരു പേന മഷി നിറച്ചു തരൂ. അപ്പോഴടുത്ത സംഭാഷണം കടക്കാരൻ്റേതാണ്. കടക്കാരൻ പറയാണ്, ബേട്ടാ സ്യാഹി കി ബോത്തൽ അഫി അഫി കാലി ഹോ ഗയി ഹെ. ബേട്ടാ, മക്കളെ, സ്യാഹി കി ബോത്തൽ അഫി അഫി കാലി ഹോ ഗയി ഹെ. സ്യാഹി കി ബോത്തൽ, ബോത്തൽ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ, കുപ്പി, മഷിക്കുപ്പി. വലിയൊരു കുപ്പിയിലാണ് അന്നൊക്കെ മഷി ഇതേപോലെ കടയിലിരിക്കുന്നത്, വലിയ കുപ്പിയാണ്. അപ്പോഴേ സ്യാഹി കി ബോത്തൽ, ആ മഷിക്കുപ്പി, അഫി അഫി, അഫി എന്ന് പറഞ്ഞാൽ ഇപ്പോഴ്, അഫി അഫി 2 പ്രാവശ്യം പറയുന്നു. എന്തിനങ്ങനെ 2 പ്രാവശ്യം പറയുന്നത്? അഫി എന്ന് പറഞ്ഞാൽ ഇപ്പോഴ്, അത് വളരെ അടുത്ത് എന്ന് സൂചിപ്പിക്കാനാണ് 2 പ്രാവശ്യം പറയുന്നത്. അഫി അഫി ഇതാ ഇപ്പോൾ അങ്ങോട്ട്, അതാണ് അതിൻ്റെ ആശയം. ഇപ്പോഴങ്ങോട്ട് അഫി അഫി കാലി ഹോഗി ഹെ. കാലി ഹോന ഒഴിയുക, കുപ്പി ഒഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചിലപ്പം കടയിൽ ഏതെങ്കിലുമൊക്കെ സാധനം മേടിക്കാൻ ചെല്ലുമ്പം ആ കടക്കാരൻ പറയും, അയ്യോ ദാ ഇപ്പോൾ വരേണ്ടതാ, ഇപ്പോൾ ഒരാളെ കൊണ്ട് മേടിച്ചുകൊണ്ട് പോയി തീർന്നു. നമുക്ക് വിഷമമായിരിക്കും. ഇവിടെ അവരുടെ അവസ്ഥ അത് തന്നെയാണ്. ആ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൻ പറയുകയാണ്, മക്കളെ ഇതാ മഷിക്കുപ്പി ഇപ്പം അങ്ങോട്ട് ഒഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മഷി ഇപ്പം അങ്ങോട്ട് തീർന്നു പോയതേ ഉള്ളൂ. ഇത് കേട്ട ബേല പറയുകയാണ്, लेकिन इसने तो पेन में जो स्याही भेजी दी, लेकिन इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया. ബേല ബോലി, ബേല ബോലി, ബോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. ബേല ബോലി എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ബേല പറഞ്ഞു. അവിടെ സാഹിലായിരുന്നെങ്കിൽ എങ്ങനെ പറയത്തുള്ളൂ? സാഹിൽ ബോല. ബേല ബോലി, എന്താണ് ബേല പറഞ്ഞത്? ലേക്കിൻ, എന്താണ് ലേക്കിൻ? അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്കറിയാം. എന്താണ് ലേക്കിൻ? എന്നാൽ, പക്ഷേ, ഇസ്നേത്തോ, ഇവൻ. ബേല പറയുന്നതാ ഇവനാണെങ്കിലുണ്ടല്ലോ, ഇസ്നേത്തോ ഇവനാണെങ്കിലുണ്ടല്ലോ, പെൻമേം ജോ സ്യാഹി ധി, ഈ പേനയിൽ എന്ത് മഷി ആയിരുന്നോ ഉണ്ടായിരുന്നത്. ഇസ്നേത്തോ പെൻമേം ജോ സ്യാഹി ധി, ഈ പേനയിൽ അല്പം മഷി ഉണ്ടായിരുന്നു, കുറേ മഷി ഉണ്ടായിരുന്നു. ഉസേഫി സെമീൻ പർ ചിടക്ക് ദിയ, ആ ഉസേഫി, അതും ഏതാണ്? അതും ആ മഷിയും, അല്പം ബാക്കിയുണ്ടായിരുന്ന പേനയിൽ അല്പം ബാക്കിയുണ്ടായിരുന്ന ആ മഷിയും സെമീൻ പർ ചിടക്ക് ദിയ. സെമീൻ പർ ചിടക്കിന, നിങ്ങൾക്ക് അർത്ഥം അറിയാമല്ലോ. സെമീൻ പർ ചിടക്കിന, തറയിൽ കുടഞ്ഞു കളയുക. കച്ചവടക്കാരൻ കുപ്പി കാലിയായി, അയ്യോ മഷി തീർന്നു പോയി, ഇപ്പം അങ്ങോട്ട് തീർന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ബേലയ്ക്ക് വിഷമമായി. ആ വിഷമം ഉണ്ടായതുകൊണ്ടാണ് ബേല പറയുകയാണ്, അയ്യോ ഈ പേനയിൽ മഷി കുറച്ചുണ്ടായിരുന്നതാ, ഇവനത് തറയിൽ കുടഞ്ഞു കളഞ്ഞതാ. ഇത് കേട്ട കച്ചവടക്കാരൻ പറയുകയാണ്, बादल को देखकर गड़े को नहीं ढुलाना चाहिए. दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? पन दुकान वाले ने कहा, കച്ചവടക്കാരൻ അപ്പോഴും പറയുകയാണ്, ബച്ചോ കുട്ടികളെ, ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ധുലാനാ ചാഹിയേ. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ധുലാനാ ചാഹിയേ. ബാദൽ, എന്താണ് ബാദൽ? മേഘങ്ങൾ, മഴമേഘങ്ങൾ. ബാദൽ കോ ദേഖ് കർ, മഴമേഘങ്ങളെ കണ്ടിട്ട്, ഗഡേക്കോ, ഗഡ, എന്താണ് ഗഡ? മൺകുടമാണ്. എന്താണ് ഗഡ? മൺകുടം. ധുലാന, ചരിക്കുക.
ഇവിടെ പറഞ്ഞേക്കുന്നത് മഴമേഘങ്ങളെ കണ്ടിട്ട് കുടത്തിലെ വെള്ളം ചരിച്ച് കളയരുത്. എന്താണ് ഇതിൻ്റെ ആശയം? നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ആശയം എന്താണ്? കവി നേരത്തെ കാലമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, 1981 എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഓർക്കണം, പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഒന്നും കിണറുണ്ടാകത്തില്ല. ആ പ്രദേശത്ത്, ഗ്രാമപ്രദേശത്ത് അടുത്തൊരു പ്രധാനപ്പെട്ട വീട്ടിൽ ഒരു കിണറുണ്ടാവും. അതിന് പരിസരത്തുള്ളവരെല്ലാം ആ കിണറ്റിൽ നിന്നാണ് ആവശ്യത്തിനുള്ള വെള്ളം പോയി കോരിക്കൊണ്ട് വരുന്നത്. അത് മൺകുടങ്ങളിലാണ് കോരിക്കൊണ്ട് വരാറുമുള്ളത്. അവിടെ അങ്ങനത്തെ ഒരു കാലമായിരുന്നു പണ്ട്. അപ്പോഴങ്ങനെ വെള്ളം കോരിക്കൊണ്ട് വരുമ്പോൾ ദൂരെ നല്ലേ വെള്ളം കോരിക്കൊണ്ട് വരുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ദൂരെ പോയി ഈ വെള്ളം കോരി ചുമന്ന് കൊണ്ടുവരണം. അപ്പോഴേ ഈ മഴയൊക്കെ ചിലപ്പം വരും. ചില സമയങ്ങളിൽ മഴക്കാറൊക്കെ വന്ന് മഴ പെയ്യാൻ തുടങ്ങുമെന്ന് കാണുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ആൾക്കാരൊക്കെ കിണർ സ്വന്തമായിട്ടില്ലാത്തവർ അവരുടെ മൺകുടങ്ങളൊക്കെ പറക്കി പുറത്തേക്ക് വെക്കും. ആ മഴവെള്ളം അതിനകത്ത് സംഭരിക്കാനാണ്. അതുകൊണ്ട് പാത്രങ്ങൾ കഴുകുകയോ വസ്ത്രങ്ങൾ അലക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴങ്ങനെ വെള്ളം ശേഖരിക്കുന്ന ഒരു രീതിയുണ്ട് മഴ വരുമ്പോൾ. കാരണം അത്രയും കൂടെ വെള്ളം അവിടെ പോയി കോരണ്ടല്ലോ, ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയാമോ? നല്ല മഴക്കാറ് വരും. നല്ല മഴക്കാറ് വന്നത് ആ മഴ ഇപ്പം പെയ്യാൻ പോകുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ സമയത്ത് കുടത്തിൽ ചിലപ്പോൾ ഒരു അരക്കുടം വെള്ളം ഉണ്ടാവും. ഈ വെള്ളം ചിലരങ്ങ് ചരിച്ച് കളയും. നമുക്കതിലും പുതിയ വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞത് ചരിച്ച് കളഞ്ഞിട്ട് കുടമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കും. ചിലപ്പം കഷ്ടകാലത്തിന് എന്താണ്, കാറ്റൊക്കെ വീശി മഴക്കാറങ്ങ് ദൂരേക്ക് കൊണ്ടുപോകും. ഈ സ്ഥലത്ത് മഴ പെയ്യത്തില്ല. എന്താണ് അവർക്ക് സംഭവിച്ചത്? അവരുടെ കുടത്തിലിരുന്ന വെള്ളം ഉണ്ടോ? അതുമില്ല. മഴ വന്ന് വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് ചരിച്ച് കളഞ്ഞ് അതും പോയി, കിട്ടിയതുമില്ല, കയ്യിരുന്നതും പോയി. അപ്പോഴതാണ് കടക്കാരൻ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞത്. എന്താണ് കടക്കാരൻ പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീൻ ഡുലാന ചാഹിയേ. മഴമേഘങ്ങളെ കണ്ടിട്ട് കുടത്തിലെ വെള്ളം ചരിച്ച് കളയരുത്. പറഞ്ഞ മനസ്സിലായാലും നമുക്കൊന്ന് കിട്ടാതെ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ്? നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. ഇവിടെ അതുതന്നെയാണ് ആ കച്ചവടക്കാരൻ പറഞ്ഞത്. മഴമേഘങ്ങളെ കണ്ടിട്ട് കുടത്തിലെ വെള്ളം ചരിച്ച് കളയരുത്. ദുക്കാൻ വാലേ ഫയ്യാനെ കഹ. ഇതാണ് കച്ചവടക്കാരൻ, ചേട്ടൻ. ഫയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേട്ടൻ. ദുക്കാൻ വാലേ ഫയ്യാനെ കഹ. ദുക്കാൻ വാല ഫയ്യ, കച്ചവടക്കാരൻ ചേട്ടൻ. കഹ പറഞ്ഞു. അവർ പൂച്ച. പൂച്ചന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എന്താണ് പൂച്ചന? ചോദിക്കുക. ശരിയാണ്. പൂച്ച എന്ന് പറഞ്ഞാലോ? ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ആ കുട്ടികളോട് ചോദിച്ചു. എന്താ ചോദിച്ചതെന്നറിയാമോ? कौन सी में पढ़ते हो? कौन सी में पढ़ते हो? നമ്മൾ സാധാരണ തും കിസ് ദർജ में पढ़ते हो അല്ലെ കിസ് കക്ഷ में पढ़ते हो എന്നൊക്കെ ചോദിക്കുന്നതിന് പകരമാണ് ചോദിച്ചത് എന്താണ്? कौन सी में पढ़ते हो? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അപ്പോഴതിന് മറുപടി പറയാണ്, പാഞ്ച്വി മേ സാഹിലിനെ സർഫ് ബുരേ മൻ സേ ബതായ ജൈസെ പാഞ്ച്വി മേ പഠന പാപ് ഹോ. പാഞ്ച്വി മേ എന്താ? പാഞ്ച്വി 5ാം ക്ലാസ്. അപ്പോഴേ സാഹിൽ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാഹിലിനെ ഐസെ ബുരേ മനസെ ബതായ ജൈസെ പാഞ്ച്വി മേ പഠന പാപ് ഹോ. പക്ഷേ ഈ സാഹിലിൻ്റെ പറച്ചിലിനകത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഏതാണ്ട് മഹാപാപമാണ് എന്ന നിലയിലാണ് പറഞ്ഞത്. ചിലപ്പോൾ സാഹിലിന് 5 എന്ന് പറയുന്ന വിഷമായിരിക്കും, ചുവടെ ഉയർന്ന ക്ലാസ്സിലെന്ന് പറയണമെന്നൊക്കെ ആയിരിക്കും വിചാരിച്ചിരുന്ന. ചില പണ്ടൊക്കെ അങ്ങനെ കുട്ടികളൊക്കെ കൂടുതൽ 5 പഠിക്കുന്ന ആൾ 8 എന്നൊക്കെ പറയും, 8 പഠിക്കുന്ന ആൾ 10 എന്നൊക്കെ പറയും. അവർക്ക് ഷെയിം വരാതിരിക്കും, അങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട്. അതായിരിക്കാം ഇവിടെ അവൻ എന്ത് ചെയ്ത് 5ാം ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ്ട് മഹാപാപം കർമ്മം ചെയ്യുന്നത് പോലെയാണ് എന്ന രീതിയിലാണ് അവൻ അതിന് ഉത്തരം പറഞ്ഞത് 5ാം ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ കച്ചവടക്കാരൻ ചോദിച്ചു, ദോനോ? രണ്ടുപേരും എന്ന് പറഞ്ഞാൽ സാഹിലും ബേലയും. ഇപ്പോൾ സാഹിൽ പറഞ്ഞു 5ലാണെന്ന് പറഞ്ഞു, ഇനി ബേലയുടെ കാര്യം കൂടെ അറിയണമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ദോനും രണ്ടുപേരും. ദുക്കാൻ വാലെ ഫയ്യാനെ കഹ. കച്ചവടക്കാരൻ ചേട്ടൻ പറഞ്ഞു, हम दोनों का सेक्शन फी एक ही है. ये बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. അപ്പോഴേ കച്ചവടക്കാരൻ ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോഴേ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഹാം. എന്താ ഹാം എന്ന് പറഞ്ഞാൽ? യെസ്, അതെ. ദോനും, രണ്ടുപേരും 5ലാണ്. അവർ ഹം ദോനോ കാ സെക്ഷൻ ഫീ ഏക് ഹീ ഹെ.
ഹം ദോനോങ്ക ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്ഷൻ, നമ്മുടെ ഡിവിഷൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡിവിഷനും ഏക്ക് ഹീ ഹേ. ഏക്കെന്ന് പറഞ്ഞാൽ ഒന്ന്, ഹീ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ അർത്ഥം പറഞ്ഞു തന്നെ, ഹേ ആണ്. ഏക്ക് ഹീ ഹേ എന്താ അർത്ഥം? ഒന്ന് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷനും ഒന്ന് തന്നെയാണ്. हम दोनों का सेक्शन फी एक ही है. ബേല ने ऐसे खुश होकर बताया. ബേല ഇത് വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. നേരത്തെ സാഹിൽ 5ാം ക്ലാസ്സിലാന്ന് പറഞ്ഞ വളരെ അയാളുടെ പാപകർമ്മം ചെയ്യുന്ന പോലെ രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ബേല ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? വളരെ സന്തോഷത്തോടെ, സന്തോഷം, കുഷ് ഹോന സന്തോഷം ഉണ്ടാവുക, കുഷ് ഹോക്കർ ബദാന പറയുക, കുഷ് ഹോക്കർ ബദാന സന്തോഷത്തോടെ പറയുക. സന്തോഷത്തോടെ പറഞ്ഞു. എന്താണ്? ജയ്സെ യേ കോയി ബഹുത്ത് ബഡി ബാത്ത് ഹോ. എങ്ങനെ, എന്താ സന്തോഷത്തോടെ പറഞ്ഞത്? യഹ് ഇത് ഏതാണ്? ഈ രണ്ടുപേരും ഒരേ ഡിവിഷനിൽ ആയി എന്നത് കോയി ബഹുത്ത് ബഡി ബാത്ത് ഹോ, ഏതോ മഹാകാര്യം എന്നതുപോലെയാണ് ബേല പറഞ്ഞത്. രണ്ട് കാര്യം പറഞ്ഞു. നേരത്തെ സാഹിലിനോട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാഹിൽ വളരെ ഏതാണ്ട് പാപകർമ്മം എന്ന നിലയിലാണ് പറഞ്ഞത് 5ലാന്ന്. ബേലയോട് നിങ്ങൾ രണ്ടുപേരും ചോദിച്ചോണ്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും 5ലാണ്, ഞങ്ങൾ രണ്ടുപേരുടെ ഈ സെക്ഷനും ഒന്നാണ്, എ എന്ന ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇതവൾ പറഞ്ഞതോ ഏതോ, അതായത് വളരെ സന്തോഷത്തോടെ ഏതാണ്ട് മഹാകാര്യം പറയുന്ന പോലെയായിരുന്നു. क्लास में दोनों पास पास बैठते थे. कॉपी में काम करते तो दोनों कॉपी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमककुड़ी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमककुड़ी सन 57 में वह तलवार पुरानी थी कह पढ़ती थी. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സാമ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടുപേരും ഒരുപോലെയാണ്, ഉറ്റ ചങ്ങാതിമാരാണ്. അവരെല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് ചെയ്യുന്നത്, ക്ലാസ്സിലെ ഓരോ പ്രവർത്തനങ്ങളായാലും. ക്ലാസ്മേൻ ദോനോ പാസ് പാസ് ബൈറ്റേതേ. ക്ലാസ്സിൽ അവർ ഇരിക്കുന്നത് എങ്ങനെയാണ്? പാസ് പാസ്. പാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടുത്ത്. പാസ് പാസ് ബൈറ്റിന അടുത്തടുത്തിരിക്കുക. അപ്പം നമ്മളറിയാമല്ലോ, സുഹൃത്തുക്കളൊക്കെ ആകുമ്പോൾ ചങ്ങാതിമാരാകുമ്പോൾ എന്താ ചെയ്യുന്നത്? അടുത്തടുത്തിരിക്കാനായിരിക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. നിങ്ങളൊരു പുതിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എന്താണ് ഓടിച്ചെന്ന് ഒരിടത്തിരുന്നിട്ട് നിങ്ങളുടെ ആത്മമിത്രത്തിന് വേണ്ടി സ്ഥലം ഒടിഞ്ഞനെ റിസർവ് ചെയ്ത് വെച്ചേക്കും. വേറെ ആരും ഒന്നാലും ഇരുത്തത്തില്ല, അവരെല്ലാം തള്ളിക്കളയും. അല്ല ചെയ്യുന്നത്, അവർ ചിലപ്പം ദൂരെ പോയി വിടന്നിരിക്കും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മമിത്രത്തിന് അവിടെ ആ ഒരു സുരക്ഷിതമായിട്ടുള്ള സീറ്റ് ഇരുത്തി അങ്ങനെ ഒരുമിച്ചിരിക്കും. അതൊരു രീതിയാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവർ പാസ് പാസ് ബൈറ്റേതേ. പാസ് പാസ് ബൈറ്റിന എന്താണ്? അടുത്തടുത്തിരിക്കുമായിരുന്നു. കോപ്പി മേം കാം കർത്തേത്തോ. കോപ്പി മേം കാം കർണ എന്ന് പറഞ്ഞാൽ നോട്ട്സ് എഴുതുക. നോട്ട് ബുക്കിൽ എന്തെങ്കിലും എഴുതുമ്പോൾ കോപ്പി മേം കാം കർത്തേത്തോ, നോട്ട് ബുക്കിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ദോനോ കോപ്പി മേം കാം കർത്തേ, രണ്ടുപേരും നോട്ട്സ് എഴുത്തായിരിക്കും. ബുക്കിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ എഴുതും. കിതാബ് പഠിത്തേത്തോ, ഇനി പുസ്തകം, കിതാബ് അറിയാമല്ലോ പുസ്തകം, കിതാബ് പഠിത്തേത്തോ പുസ്തകം വായിക്കുകയാണെന്ന് വിചാരിക്കുക. പുസ്തകം വായിക്കുകയാണെങ്കിലോ ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും പുസ്തകം വായനയായിരിക്കും. ഇപ്പം ബേല പുസ്തകം വായിച്ചാൽ സാഹിലും പുസ്തകം വായിക്കും. സാഹിൽ നോട്ട്സ് എഴുതിയാണെങ്കിൽ ബേലായി നോട്ട്സ് ആയിരിക്കും എഴുതുന്നത്. ഇനി അത് മാത്രമല്ല, പുസ്തകം വായിക്കുന്നത് എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ബൽക്കി പാഠ് ഫി ഏക് ഹി പഠ്തേ, അവർ ഒരേ പാഠമേ വായിക്കും. വായിക്കുമ്പോൾ ഒരേ പാഠമായിരിക്കും വായിക്കുന്നത്. സാഹിൽ പുസ്തകം തുറന്നിട്ട് വായിക്കുകയാണ്. ചമക്കുടി സൻ 57 में ये तलवार पुरानी थी. ചമക്കിന എന്ന് പറഞ്ഞാൽ തിളങ്ങുക. ചമക്കുടി തിളങ്ങി. സൻ 57 में 1857. 1857 നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു വർഷമാണ്, നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരം. അപ്പോഴേ 1857 വഹ് തൽവാർ പുരാനീതി, തിളങ്ങിയ ആ തൽവാർ. എന്താണ് തൽവാർ? വാള്. ആ വാള് പുരാനി. എന്താ പുരാനി എന്ന് പറഞ്ഞാൽ? പഴയത്. അപ്പോൾ അത് ഇവിടെ ഝാൻസി റാണി എന്ന് പറയുന്ന ഒരു കവിതയിലെ വരികളാണ്. അപ്പോഴാ സാഹിൽ തൻ്റെ പുസ്തകം എടുത്തു, ഈ വരി വായിച്ചു. 1857 തിളങ്ങിയ വാള് പഴയതായിരുന്നു. വായിച്ചത് ചമക്കുടി സെൻ 57 में वो तलवार पुरानी थी. പട്ടാത്തോ വായിക്കുകയാണെങ്കിൽ ബേലാഫി, ബേലയും വായിക്കും.
ചമക്കുടി സൻ സത്താവന്മേ വാ തൽവാർ പുരാനീതി പട്ടി. അതുതന്നെയായിരിക്കും ബേലയും വായിക്കുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം, സാമ്യം. ഒരാളെന്ത് വായിക്കുന്നോ അതേ അയാൾ വായിക്കും. ഒരാൾ നോട്ട്സ് എഴുതുമ്പോൾ മറ്റേ ആൾ നോട്ട്സ് എഴുതും. ഒരാൾ പഠിക്കുമ്പോൾ മറ്റേ ആളും പഠിക്കും. വായിക്കുന്നത് ഒരേ കാര്യമായിരിക്കും. ബേല കത്തി ബഹൻജി പാനി പീനെ ചല ജാവും. ചിലപ്പം ബേല പറയും, വാ നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. പാനി പീന, വെള്ളം കുടിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഈ വെള്ളം കുടിക്കാൻ പോകുന്നതെന്ന്. അതല്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് കഥാകൃത്ത് നേരത്തെ 1981 എടുത്തു പറഞ്ഞത്. അതായത് ഇന്നൊക്കെ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന് വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ നിങ്ങൾക്ക് ബോട്ടിലാക്കി വീട്ടിൽ നിന്ന് തന്നുവിടും. അന്ന് അതൊന്നുമില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. അതിന് കിണറ്റിൽ ആ വെള്ളം തന്നെ കുടിക്കുന്നത്, പൈപ്പിലും കിണറ്റിലെയും വെള്ളമാണ് കുടിക്കുന്നത്. അന്ന് NSSലൊക്കെ ആണെങ്കിൽ വാട്ടർമാൻ എന്നും പറഞ്ഞൊരു വ്യക്തി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഇതേലെ വെള്ളം കോരി ഇങ്ങനെ തൊട്ടിക്കകത്തോട് ഇങ്ങനെ ഒഴിച്ചു തരും. നമ്മളെ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ കുടിക്കും. അടുത്ത ആൾ പിന്നെ വരും. ഇതായിരുന്നു അന്നത്തെ രീതി. കുട്ടികളെ ഒന്നും വെള്ളം കോരാൻ അനുവദിക്കത്തില്ല. അപ്പോഴതായിരുന്നു അന്നത്തെ രീതി. അപ്പോഴേ അന്ന് അതുകൊണ്ട് പിന്നെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ക്ലാസ്സിലെ അധ്യാപകരോട് പറയും, സാർ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരട്ടായിരുന്നു. അന്ന് ചോദിക്കും. ഇന്നത് ചോദിക്കാൻ ഒക്കത്തില്ല. അത് വെച്ചാൽ അടി കിട്ടത്തേ ഉള്ളൂ. കാരണം നിങ്ങൾ പച്ചവെള്ളം കുടിച്ചുകൂടാ, തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കേണ്ടത്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുടിക്കണമെന്നാണ്. അപ്പോഴന്ന് അങ്ങനെയായിരുന്നു. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. എന്താണ്, നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം എന്ന് ബേല പറഞ്ഞാൽ സാഹിൽ ഫീ കത്ത. എന്താണ് ഫീ എന്ന് പറഞ്ഞാൽ? ഫീ പിന്നെ വേറെ അർത്ഥമുണ്ട്, കൂടി. സാഹിൽ ഫീ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സാഹിലും. സാഹിൽ ഫീ കത്ത, സാഹിലും പറയും. എന്താ പറയുന്നത്? ബഹൻജി പാനി പീനെ ചല ജാവും, വാ നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം.